ഒന്ന്, ജനങ്ങൾക്ക് അവൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചും അവനെ എങ്ങനെയെല്ലാം നിയമങ്ങളിലൂടെ കൊണ്ടുപോയാലും, എത്ര കർക്കശമായി സ്കൂളുകളിൽ പഠിപ്പിച്ചാലും, എത്ര ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും, അവൻ്റെ ജനിതകത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന ആധ്യാത്മിക പരിവേഷത്തിൻ്റെ ലോകങ്ങൾ ഒരു ദിവസം കൊണ്ട് എടുത്ത് കളയാൻ പറ്റില്ല. ഇതാദ്യം ഭരണകൂടങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഇതിൻ്റെ അറിവ് നൽകണം, വ്യവസ്ഥാപിതമായ അറിവ് നൽകണം, തെറ്റിദ്ധരിപ്പിക്കാതെ. അതിനോടുള്ള അഭിനിവേശം നിലനിൽക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന അറിവ് വരികയും ചെയ്താൽ ഒരു എതിർപ്പ് എന്ന് പറയുന്നതിലും അന്വേഷിച്ചു പോകുന്നത് ഇതിനെ തന്നെയായിരിക്കും. എതിർത്തതായിത്തീരും അവൻ്റെ സ്വരൂപം, അനുകൂലിച്ചതായിത്തീരും അതിൻ്റെ സ്വഭാവം. അവന് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും തെരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴെല്ലാം ഭരണകൂടങ്ങളോട് എതിർപ്പുണ്ടാകുമോ, എപ്പോഴെല്ലാം കുടുംബത്തോട് എതിർപ്പുണ്ടാകുമോ, അപ്പോഴെല്ലാം അവർ എതിർത്ത വസ്തുവിനെ അന്വേഷിച്ച് അവൻ പോവുകയും അവിടെ ചേരുകയും ചെയ്യും. ആദ്യമായി തന്നെ സന്യാസത്തിൻ്റെ പ്രധാന തലങ്ങളായി നമ്മളിന്ന് എണ്ണിപ്പോരുന്ന 4 മഠങ്ങളെയാണ്. 5 ശങ്കര മഠങ്ങളാണ് അംഗീകരിക്കുന്നതെങ്കിലും 4 എണ്ണത്തിനെയാണ് കണക്കാക്കുന്നത്. പുരിയിൽ, ജോഷിമഠിൽ, ബദരിയിൽ, ശൃംഗേരിയിൽ. ഭാരതദേശത്തെ 4ആയി തിരിച്ച് ദണ്ഡനീതികളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശങ്കരൻ ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞു പോരുന്ന സ്ഥാപനങ്ങളാണിവ. ദണ്ഡനീതികളിൽ ദണ്ഡം 3ആണ്. മനോദണ്ഡം, അങ്ങയുടെ മനസ്സിനെ ഞാൻ പീഡിപ്പിച്ചു, അത് അതിസൂക്ഷ്മ ദണ്ഡമാണ്. ശരിയാണ് സ്വാമിജി. ശരീരത്തിനോ മറ്റുള്ളതിനോ മുറിവേൽപ്പിക്കുമ്പോഴാണ് ഭൗതികമായി തെളിവുകൾ കൊടുക്കാൻ പറ്റുന്നത്. അതെ, കോടതിയിൽ. മനസ്സിനേൽപ്പിക്കുന്ന മുറിവ് അതിനേക്കാൾ ഭയങ്കരമാണ്. ഒരച്ഛൻ മകനെ മാനസികമായി മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ തെളിവ് നൽകാൻ വിഷമിക്കും. മനസ്സിലായില്ല? അത് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുണ്ട്. അപ്പോൾ അതിനൊരു ദണ്ഡമുണ്ട്, അതിനൊരു ദണ്ഡ്, വാഗ്ദണ്ഡം. വാക് പാരുഷ്യം കൊണ്ടും മറ്റും വാക്കുപയോഗിച്ച് ദണ്ഡിപ്പിച്ചു, അതിനൊരു ദണ്ഡ്. മനസ്സിലായി. ശാരീരിക ദണ്ഡനം വന്നു, കായദണ്ഡം, അതിനൊരു ദണ്ഡം. ഇവരെ ത്രിദണ്ഡികൾ എന്ന് പറയും. അതിൽ ഒരു ദണ്ഡനം മാത്രം എടുക്കുമ്പോൾ ഏകദണ്ഡി എന്ന് പറയും, 2 എണ്ണം വരുമ്പോൾ ദ്വിദണ്ഡി എന്ന് പറയും. ഈ ദണ്ഡനീതികൾക്ക് വേണ്ടിയാണ് ഈ 4 മഠങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത്. അവയുടെ കീഴിലാണ് ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളെ പഴയ കാലത്ത് കണക്കാക്കിയിട്ടുള്ളത്. വ്യവസ്ഥാപിത സന്യാസത്തിൻ്റെ തലങ്ങൾ ഈ 4 ശങ്കരമഠങ്ങളുടെ കീഴിൽ വരും. 10 നാമങ്ങളായി വരും. ദശനാമികൾ എന്നാണ് പറയുക. അതിൽപ്പെട്ടതാണ് ഈ ഗിരി, പുരി എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. ദശനാമ സന്യാസം എന്ന് ശങ്കരൻ പറയുന്നത്. ഇത് അദ്വൈതികൾ മാത്രമാണ്. ഇതുകൊണ്ട് ഇവർ മാത്രമാണ് സന്യാസികളെന്ന് ധരിക്കരുത്. മാധ്വ പാരമ്പര്യത്തിൽ മഠങ്ങളുണ്ട് ഇതുപോലെ. പേജവാർ മഠം, നമ്മുടെ കർണാടകത്തിലേക്ക് ചെന്നാൽ പേജവാർ മഠം എന്നൊരു മഠമുണ്ട്. അതുപോലുള്ള 4 മഠങ്ങളുണ്ട്. അത് മാധ്വ പാരമ്പര്യത്തിലുള്ള. അതിൻ്റെ നിയമങ്ങൾ വേറെയാണ്, അതിൻ്റെ ദർശനങ്ങൾ വേറെയാണ്. നിങ്ങളിന്ന് കാണുന്ന എല്ലാം ശങ്കരൻ സന്യാസി എന്ന് പറയുമ്പോൾ ആ ഒരു തലത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, മാധ്വ സമ്പ്രദായമുണ്ട്, മുക്കോവിയും ഒക്കെ തൊട്ട് വരുന്ന രാമാനുജ സമ്പ്രദായമുണ്ട്. വിശിഷ്ടാദ്വൈതത്തിൻ്റെ അവർ വെള്ളയാണ് ധരിക്കുന്നത്. മാധ്വ സമ്പ്രദായക്കാർ കാവ്യ ധരിക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഇങ്ങനെ സന്യാസ സമ്പ്രദായങ്ങൾ തന്നെ 3 ഉണ്ട്. ഒന്ന്, ജനങ്ങൾക്ക് അവൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചും അവനെ എങ്ങനെയെല്ലാം നിയമങ്ങളിലൂടെ കൊണ്ടുപോയാലും, എത്ര കർക്കശമായി സ്കൂളുകളിൽ പഠിപ്പിച്ചാലും, എത്ര ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും, അവൻ്റെ ജനിതകത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന ആധ്യാത്മിക പരിവേഷത്തിൻ്റെ ലോകങ്ങൾ ഒരു ദിവസം കൊണ്ട് എടുത്ത് കളയാൻ പറ്റില്ല. ഇതാദ്യം ഭരണകൂടങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഇതിൻ്റെ അറിവ് നൽകണം, വ്യവസ്ഥാപിതമായ അറിവ് നൽകണം, തെറ്റിദ്ധരിപ്പിക്കാതെ. അതിനോടുള്ള അഭിനിവേശം നിലനിൽക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന അറിവ് വരികയും ചെയ്താൽ ഒരു എതിർപ്പ് എന്ന് പറയുന്നതിലും അന്വേഷിച്ചു പോകുന്നത് ഇതിനെ തന്നെയായിരിക്കും. എതിർത്തതായിത്തീരും അവൻ്റെ സ്വരൂപം, അനുകൂലിച്ചതായിത്തീരും അതിൻ്റെ സ്വഭാവം. അവന് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും തെരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ
എപ്പോഴെല്ലാം ഭരണകൂടങ്ങളോട് എതിർപ്പുണ്ടാകുമോ, എപ്പോഴെല്ലാം കുടുംബത്തോട് എതിർപ്പുണ്ടാകുമോ, അപ്പോഴെല്ലാം അവർ എതിർത്ത വസ്തുവിനെ അന്വേഷിച്ച് അവൻ പോവുകയും അവിടെ ചേരുകയും ചെയ്യും.